നമ്മുടെ എല്ലാ ട്രേഡറും കണ്ടിരിക്കേണ്ട വീഡിയോ എന്നുള്ള ഹെഡിങ്ങിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയും ശരിക്കും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരുന്നു. ഈ വീഡിയോ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ പറയുന്നത് ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. മിക്ക ആൾക്കാരും അറിയാൻ മേലാത്തൊരു കൺസെപ്റ്റാണ്, അഥവാ അറിയാവുന്നവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കാത്തൊരു കൺസെപ്റ്റാണ് ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോസ് ക്രിസ്മസിൻ്റെ അന്നും റിലീസ് ചെയ്യുന്നു, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞും റിലീസ് ചെയ്യുന്നു. ബേസിക്കലി ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട വലിയ 2 കാര്യങ്ങൾ, അത് കണ്ടിന്യൂഷൻ ട്രേഡ് ആണോ റിവേഴ്സൽ ട്രേഡ് ആണോ എന്നുള്ള കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച്. ആദ്യത്തെ വീഡിയോ, ദാറ്റ് മീൻസ് ക്രിസ്മസിൻ്റെ അന്ന് റിലീസ് ചെയ്ത വീഡിയോ വാസ് ടോട്ടലി ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ വീഡിയോ ട്വിൻ RSI എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് രണ്ടാമത്തെ വീഡിയോ ഞാൻ റിലീസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ആ കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം ഇത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം 2 വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം നാച്ചുറൽ ഗ്യാസിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള എൻ്റെ ഒരു വീഡിയോ, അത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമ്മളൊരു വീഡിയോ റിലീസ് ചെയ്യുന്നത് അത് ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. ഇപ്പോൾ ഒരാളെങ്കിലും വർക്ക് ചെയ്ത് നമുക്കൊരു വീഡിയോ ഒരു ഇമെയിൽ അയച്ചു തരാമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ഐ അപ്രീഷിയേറ്റ് ദി പേഴ്സൺ ശരിക്കും. സോ ഈ വരുന്ന 8-ാം തീയതി ജനുവരി 8-ാം തീയതി രാത്രിയിൽ ഞാൻ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് എന്നല്ല ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡിസ്കഷനിൽ ചില വോളിയം സീക്രട്സിനെ കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇൻട്രാഡേ ആണ്, ബേസിക്കലി സ്കാൽപ്പിംഗ് ആണ്, ഡെറിവേറ്റീവ് സ്കാൽപ്പിംഗ് ആണ്, ഓപ്ഷൻ സ്കാൽപ്പിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് 200 പീപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവത്തുള്ളൂ. 20 പേര് അപ്ലൈ ചെയ്താൽ മാത്രമേ ഞാൻ അത് സീരിയസ് ആയിട്ട് ഞാൻ 8-ാം തീയതി ഒരു കാര്യം പ്ലാൻ ചെയ്യത്തുള്ളൂ എന്ന കാര്യം എടുത്തു പറയാം. എന്താണ് കസ്പ്? നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സംഗതിയാണ്. ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എന്താണ് ക്വാർട്ടർ കസ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 4 ക്വാർട്ടറാണ് ഉള്ളത് അല്ലേ? ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ. കസ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ക്വാർട്ടറിൻ്റെ എൻഡിങ് മാസത്തിലെ ലാസ്റ്റ് 20 ഡേയ്സും ക്വാർട്ടർ തുടങ്ങുന്ന മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസം കൂടെ ചേർന്നുള്ള 30 ഡേയ്സ് ആണ് കസ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്വാർട്ടർ 3-ൽ നിൽക്കുകയാണ്. 3 തീരാറായി. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്വാർട്ടർ 3 കഴിഞ്ഞു. നമ്മൾ ക്വാർട്ടർ 4ലേക്ക് ജനുവരി 1-ാം തീയതി കാലുകുത്തുവാണ്. ദാറ്റ് മീൻസ് ഡിസംബർ മാസം 10-ാം തീയതി മുതൽ ഉള്ള 20 ഡേയ്സ്, 10th 11th മുതലുള്ള 20 ഡേയ്സ് പ്ലസ് ജാനുവരി 10th വരെയുള്ളത്. ദാറ്റ് മീൻസ് റിസൾട്ട് സീസൺ തുടങ്ങുന്ന വരെയുള്ള സാറിന് 10th-നാണ് റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസംബറിലെ ലാസ്റ്റ് 20 ഡേയ്സും ജനുവരിയിലെ ഫസ്റ്റ് 10 ഡേയ്സും കൂടി ചേർന്നാണ് ക്വാർട്ടർലി കസ്പ് എന്ന് പറഞ്ഞ് ഈ നമ്മൾ ഇപ്പം കറണ്ട് സ്റ്റേറ്റിൽ പറയുന്നത്. നമ്മൾ അടുത്ത ക്വാർട്ടറിൽ പോകാൻ നേരത്ത് മാർച്ചിലെ ലാസ്റ്റ് 20 ഡേയ്സ് പ്ലസ് ഏപ്രിലിലെ 10 ഡേയ്സും കൂടി ചേർന്നാണ് അടുത്ത ക്വാർട്ടറിലെ കസ്പ്. ഇങ്ങനെ എല്ലാ ക്വാർട്ടറും കസ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് കസ്പിൻ്റെ പ്രത്യേകത? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ വലിയൊരു ഒരു നാടകമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ധാരാളം ആൾക്കാർ പങ്കെടുത്ത നാടകമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, കസ്പ് എന്ന് പറയുന്ന സംഗതി ആക്ട് ചെയ്യാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പതുക്കെ ഗ്രീൻ റൂമിലേക്ക് മാറിയിട്ട് പുതിയ ആൾക്കാർ നേരെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് സീരിയസ് ആയിട്ട് ഒബ്സർവ് ആണെങ്കിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും, ഞാൻ ബേസിക്കലി സ്മോൾ ക്യാപ്പ് ട്രേഡർ ആയതുകൊണ്ടാണ് ഞാൻ സ്മോൾ ക്യാപ്പിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ അർത്ഥം സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ബേസിക്കലി ലീഡർഷിപ്പ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് കസ്പ്. ഇപ്പോൾ പല ആൾക്കാരും ശരിക്കും കസ്പിൽ പെട്ടുപോകാറുണ്ട്. കാരണം കസ്പിൽ നല്ലോണം 2-3 മാസം പെർഫോം ചെയ്തിട്ട് ലീഡർഷിപ്പ് റോളിൽ നിന്നും മാറാൻ പോകുന്ന സ്റ്റോക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നതിന് മുമ്പ് പല ആൾക്കാരും ഈ സ്റ്റോക്കിൻ്റെ ടോപ്പ് ലെവലിൽ പോയി മേടിച്ച് കഴിഞ്ഞ് ഈ സ്റ്റോക്കുകളിൽ ലീഡർഷിപ്പ് റോളിൽ നിന്ന് പതുക്കെ മാറിക്കഴിയുമ്പം ആൾക്കാർ പെട്ടുപോകാറുണ്ട്. ഇപ്പോൾ കസ്പ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഒരു വിൻഡോ ആണ് കസ്പ് എന്ന് പറയുന്നത്. വിൻഡോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിൻഡോ ഈ സമയത്താണ് സെക്ടർ റൊട്ടേഷൻ കണ്ടമാനം സംഭവിക്കുന്നത്, ലീഡർഷിപ്പ് ചേഞ്ച് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസം ലീഡറായിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ പതുക്കെ ഗ്രീൻ റൂമിലേക്ക് മാറിയിട്ട് പുതിയ സ്റ്റോക്കുകൾ അടുത്ത ഒരു നാടകത്തിന് വേണ്ടി അടുത്ത 2-3 മാസമുള്ള ആ ഒരു ട്രേഡിംഗ് ഒരു എന്താ പറയുക തിയേറ്റർ പെർഫോമൻസിന് വേണ്ടി ഫ്രണ്ടിലേക്ക് വരുന്നത്. ഈ പറയുന്ന ഈ സാധാരണ ഇത് സംഭവിക്കുന്നത് ഈ 30 ഡേയ്സ്, ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ ക്വാർട്ടറിൽ ശരിക്കും ഡിസംബർ 10-ാം തീയതി കഴിഞ്ഞുള്ള 20 ഡേയ്സ് പ്ലസ് ജാനുവരി 10th വരെയുള്ള 10 ഡേയ്സ് ചേർന്ന് 30 ഡേയ്സിലാണ് ഈ ക്വാർട്ടറിൽ നടക്കുന്നത്. ഓൾറെഡി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ കസ്പ് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്? അതാണ് ചോദ്യം. കസ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ലീഡർഷിപ്പ് റോൾ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. നിങ്ങൾ കസ്പിൽ നോക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഏത് ക്വാർട്ടറിൻ്റെയും തുടക്കത്തിൽ നമുക്ക് ബിസിനസ് ഇൻപുട്സ് കിട്ടും കമ്പനികളുടെ കയ്യിൽ നിന്ന്. കമ്പനികൾ ചെയ്ത ബിസിനസ്സിൻ്റെ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇൻപുട്സ് ആണ് കമ്പനികൾ NSEയിലും BSEയിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ഈ ബിസിനസ് ഇൻപുട്ടിൽ നിന്നും നമുക്കറിയാൻ സാധിക്കണം ഈ കമ്പനി ഈ വരാൻ പോകുന്ന ക്വാർട്ടറിൽ ലീഡർഷിപ്പ് റോളിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഇപ്പം ഒരു 30% 40% എക്സ്പോർട്സിൽ ഫോക്കസ് ആയുള്ള കമ്പനിയുടെ ബിസിനസ് ഇൻപുട്ടിൽ വരുന്നു. ഓക്കെ, 200% ആണ് എക്സ്പോർട്ട് ഗ്രോത്ത് വന്നെന്ന് പറഞ്ഞ ഒരു ബിസിനസ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം 200% ഗ്രോത്ത്. ഓൾറെഡി 30-40% എക്സ്പോർട്ടിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കമ്പനിക്ക് എക്സ്പോർട്ടിൽ 200% ഗ്രോത്ത് വരുമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹ്യൂജ് ഗ്രോത്തിനെ കാണിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്നത് US-ലേക്കും യൂറോപ്പിലേക്കും ആണെങ്കിൽ US-ലും യൂറോപ്പിലും എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അൺകോംപ്രമൈസിംഗ് ആണ്. പക്ഷേ പ്രൈസിങ് ബെസ്റ്റ് പ്രൈസിങ് കിട്ടും കമ്പനിക്ക് ബെസ്റ്റ് ഡെബിറ്റ് കിട്ടും, ബെസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എസ്കലേഷൻ കഴിഞ്ഞ 3 മാസം വന്ന ബേസിൽ കമ്പനികൾ സാധാരണ ഒരു ക്വാർട്ടർ തുടങ്ങുന്ന ആ മാസത്തിലെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ബിസിനസ് റിപ്പോർട്ട് NSEക്കും BSEക്കും കൊടുക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ വാച്ച് ചെയ്യണം, ഇതിനെ കണ്ട് മനസ്സിലാക്കണം. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലീഡർഷിപ്പ് റോളിൽ വരാൻ പോകുന്ന കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഒരു കമ്പനി 30-40% എക്സ്പോർട്ടിൽ ഫോക്കസ് ഉള്ള കമ്പനി ഒരു ബിസിനസ് റിപ്പോർട്ട് NSEക്ക് കൊടുക്കുന്നു. ഞങ്ങൾ എക്സ്പോർട്സിൽ 150% 200% ഗ്രോത്ത് വന്നെന്ന് വെച്ചാൽ കമ്പനിയെ സംബന്ധിച്ച് ഹ്യൂജ് ഗ്രോത്താണ്. കമ്പനി ഓൾറെഡി 30-40% എക്സ്പോർട്ട് ഫോക്കസ്ഡ് ഉള്ള കമ്പനിക്ക് അവിടെ നിന്നും ഒരു 200% ഗ്രോത്ത് എന്ന് വെച്ചാൽ ഹ്യൂജ് ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി ലീഡർഷിപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൊവൈഡഡ് വാല്യുവേഷൻ ഷുഡ് ബി പക്ക ആയിരിക്കണം, വാല്യുവേഷൻ മാനേജബിൾ വാല്യുവേഷൻ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുവാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇൻഫർമേഷൻ്റെ പുറത്ത് ഇപ്പോൾ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം ബിസിനസ് പോയിന്റ് ചിന്തിക്കുക. ഓക്കെ, ഈ കമ്പനിയുടെ എക്സ്പോർട്സ് ഇത്രയും കൂടിയിട്ടുണ്ട്, ദാറ്റ് മീൻസ് എബിറ്റ ഇത്രയും കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ EPS ബെസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പെർഫോമൻസിൽ വരാനുള്ള സാധ്യത, ലീഡർഷിപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് 3 മന്ത്സിലേക്ക്. അങ്ങനത്തെ ഒരു ബിസിനസ് ഇൻപുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കുക, കമ്പനിയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ചാർട്ട്സിലേക്ക് കിടക്കുക. ഈ ചാർട്ടിൽ ഹ്യൂജ് ആയിട്ടുള്ള ബൈ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ കസ്പിൻ്റെ ടൈമിലാണ് ഇതൊക്കെ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഓപ്പറേറ്ററിൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത്. ഓപ്പറേറ്ററിൻ്റെ എൻട്രിയും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി ഫണ്ടയിലുള്ള ആ ഹ്യൂജ് ഇമ്പാക്റ്റ് നമുക്ക് ഓൾറെഡി ബിസിനസ് പോയിന്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ടെക്നിക്കൽ ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പറേറ്റ് എൻട്രിയും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ് ഇവൻ ഈ ക്വാർട്ടറിൽ ദിസ് ക്യാൻ ഗീവ് ഫാന്റാസ്റ്റിക് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഹ്യൂജ് പ്രോബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ കമ്പനികളൊക്കെ സ്പാൻ ഓഫ് സെക്കൻഡ് ശരിക്കും പറഞ്ഞാൽ 2, 3, 4 മാസം കൊണ്ട് 60, 70, 80% റിട്ടേൺ ആണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 months ബാക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് എങ്കിലും ശരിയാണെങ്കിൽ 6 മാസം മുമ്പ് ഉള്ള ബിസിനസ് റിപ്പോർട്ട് ബാലു ഫോർജിൻ്റെ അവരുടെ എക്സ്പോർട്സിലുള്ള ഗ്രോത്ത് കാണിച്ച് 196% ആണ് ഗ്രോത്ത് കാണിച്ചത്. ആ സമയത്ത് തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് വാസ് ട്രേഡിംഗ് അറൗണ്ട് 230 ആണ്. വിത്തിൻ 4 months 870ലേക്ക് ഹിറ്റ് ചെയ്തു ഈ സ്റ്റോക്ക്. എത്ര 4 times ആണ് സംതിങ് അറൗണ്ട് റിട്ടേൺ കൊടുത്തത്. ഇപ്പോഴൊന്നുമല്ല, 6 months ബാക്കിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കസ്പിൽ പ്രത്യേകിച്ച് ബിസിനസ് ഇൻപുട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ലീഡേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മൾട്ടി ബാഗർ 3 months 4 months റിട്ടേൺ കൊടുക്കാൻ സാധ്യത, മൾട്ടി ബാഗേഴ്സിനെ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ എക്സ്പോർട്സിൽ. അതുപോലെ തന്നെ ചില കമ്പനികൾ പറയാൻ, ഞങ്ങൾ പ്രൊഡക്റ്റ് ഓൾറെഡി ഞങ്ങൾക്ക് 1 lakh tons ആണ് പ്രൊഡക്ഷൻ, ഞങ്ങൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബിക്കോസ് ഓഫ് ഓർഡർ ഇൻഫ്ലോ കൊണ്ട് 25% കൂട്ടേണ്ടി വന്നു. മെഷീൻ റണ്ണിങ് മോർ ദാൻ 95% 100% ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അതിൻ്റെ ബിസിനസ് ഇൻപുട്സ് എന്തെല്ലാമാണ്. ഈ ഒരു പോയിന്റ് ഒരു കമ്പനി പറഞ്ഞാൽ മനസ്സിലാക്കണം. 1, ഡിമാൻഡ് ഈസ് വെരി ഹൈ. 2, ഡിമാൻഡ് കൂടുതലാകുമ്പം കമ്പനിയെ സംബന്ധിച്ച് റിയലൈസേഷൻ എപ്പോഴും പ്രൈസ് റിയലൈസേഷൻ ബെറ്റർ ആയിരിക്കും. 3, പ്രൈസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് പല കേസസിലും അഡ്വാൻസ് പേയ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ ഹ്യൂജ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ ഹ്യൂജ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ പ്ലസ് പോയിന്റ്സ് ആണ് ഇങ്ങനത്തെ ഇൻപുട്സ് നിന്ന് കമ്പനികൾ കൊടുക്കുന്നത്. ഈ ഇൻപുട്സ് നമ്മൾ ബിസിനസ് പോയിന്റ് ചിന്തിക്കാനും ജനറേറ്റ് ചെയ്യാനും ആ ഇൻപുട്ടിന്റെ ബേസിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ടെക്നിക്കൽ അനാലിസിസിലെ ഓപ്പറേറ്ററിന്റെ എൻട്രി കാണുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഡിഫൈൻഡ് സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഒരു ചെറിയ റിസ്ക് ഒക്കെ നമുക്ക് എടുക്കാനും സാധിക്കും. അതുമാത്രമല്ല, ഈ കമ്പനികളുടെ നമ്മൾ ഇങ്ങനത്തെ കമ്പനികളുടെ ലിസ്റ്റ് തയ്യാറാക്കുവാണെങ്കിൽ ഈ കമ്പനികളുടെ റിസൾട്ട് എന്നാണോ ആ ഡേറ്റിൽ നമുക്ക് റിസൾട്ടിനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിന് ധാരാളം സമയം ആവശ്യമാണ്, ധാരാളം എഫർട്ട് ആവശ്യമാണ്. കാരണം ഹ്യൂജ് റിട്ടേൺ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുമ്പം അതിൻ്റെ പുറകിൽ വലിയ എഫർട്ടിൻ്റെ അത്യാവശ്യമുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. സാധാരണ ഞാൻ ഇതിനകത്ത് വളരെ കീനായിട്ട് ഇങ്ങനത്തെ ബിസിനസ് റിപ്പോർട്ട്സിനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്.
സാറിന് ഞാൻ 10 hours ആണ് ബിസിനസ് റിപ്പോർട്ട്സിൻ്റെ സമയത്ത് ഡെയിലി വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും പലപ്പോഴും പല ബിസിനസ് റിപ്പോർട്ട്സും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകാറുണ്ട്. കാര്യം എനിക്കൊരു പരിധി കൂടുതൽ വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിക്കും സാധാരണ ഇങ്ങനത്തെ ബിസിനസ് റിപ്പോർട്ട്സ് എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ബേസിക്കലി നമ്മുടെ റിസൾട്ട് വീഡിയോസിന് വേണ്ടി മാത്രം നമ്മുടെ ഇക്വിറ്റി ബസ് യൂട്യൂബിൽ ഒരു മെമ്പർ ഉള്ളി എന്നുള്ള ഒരു ചെറിയ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. ആ മെമ്പർ ഉള്ളി ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് വേറൊരു ടെലഗ്രാം ഉണ്ട്, അവർക്ക് വേണ്ടി മാത്രമായിട്ട്. ഈ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതാണ് ബിസിനസ് റിപ്പോർട്ട്. ഞാൻ അതിൻ്റെ അകത്തുള്ള ബിസിനസ് നമ്മൾ സെൽഫ് ജനറേറ്റ് ചെയ്യേണ്ട ബിസിനസ് ആയിട്ടുള്ള അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാറില്ല. ബിസിനസ് റിപ്പോർട്ട് കിട്ടിയാൽ കട്ട് ചെയ്ത് NSE കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് 2 ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കും. ബാക്കി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഐ നെവർ ഇൻ്റർഫിയർ ഇൻ ദാറ്റ്. നമുക്ക് ബിസിനസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാറിന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് 2 ടെലഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. പിന്നെ ആ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ മെമ്പർ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് ഇറ്റ്സ് നൺ ഓഫ് മൈ ജോബ് ബേസിക്കലി. സോ തീർച്ചയായും ഈ കസ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ബിസിനസ് റിപ്പോർട്ട്സിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിസിനസ് റിപ്പോർട്ട് ജനറേഷനെ നിങ്ങൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇഫ് യുവർ അനാലിസിസ് ഇസ് കറക്റ്റ്, നിങ്ങളുടെ ഫണ്ടയിൽ നിന്നും നിങ്ങൾ ടെക്നിക്കൽ പോയിട്ട് ആ ചാർട്ടുകളെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ആ ചാർട്ടുകളിൽ ഹ്യൂജ് ആയിട്ടുള്ള ബൈ വരുവാണെങ്കിൽ അത് മോർ ഓർ ലെസ് 100% പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ അതൊരു കൺഫർമേഷനാണ് ഈ സ്റ്റോക്ക് നെക്സ്റ്റ് ലീഡർഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള എൻ്റെ കൺഫർമേഷനാണ്. ഇതിനോടൊപ്പം തന്നെ റിസൾട്ടും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. യെസ്, ഈ റിസൾട്ട് നേരത്തെ അറിഞ്ഞിട്ടാണ് വലിയ വലിയ ഓപ്പറേറ്റേഴ്സ് ഈ സ്റ്റോക്കിൽ കയറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ കസ്പിലും ഇപ്പം ഈ കസ്പ് ഓൾറെഡി കസ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീയതി ഇവിടെ റെക്കോർഡ് ചെയ്ത ദിവസം എന്ന് പറയുന്നത് 29th ആണ്. ദാറ്റ് മീൻസ് വിത്തിൻ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ബൈ ട്യൂസ്ഡേയോട് കൂടി ബിസിനസ് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും. NSEയിലും BSEയിലും ഓരോരോ കമ്പനികളുടെ ബിസിനസ് റിപ്പോർട്ട് കമ്പനികൾ പോസ്റ്റ് ചെയ്യും. ഈ ലേറ്റസ്റ്റ് 3 months പെർഫോമൻസിൻ്റെ ബേസിൽ നിങ്ങൾ തീർച്ചയായും സമയം കണ്ടെത്തുക, വർക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് ആയിട്ടുള്ള ആ കൺസെപ്റ്റ്സിനെ അത് തീർച്ചയായും മാറ്റിമറിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.